ട്രാഫിക്കിന്റെ എല്ലാ സിഗ്നലുകളെയും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാഹനങ്ങൾ നിർബാധം കടന്നു പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബൈക്ക് ഇവിടെ ഒരു ആക്സിഡന്റ്, താഴെ കുഴി പോകേണ്ടതായിരുന്നു. ഇവിടെ ഡിവൈഡർ ഇല്ല, ഇങ്ങനെ തിരിഞ്ഞു പോകുന്നിടത്ത് വഴിക്ക് വീതിയില്ല. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ മുക്കടവ് പാലത്തിന് സമീപമാണ്. ഇവിടെ വലിയൊരു പാലം നിർമ്മിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പത്തനാപുരത്തു നിന്നും പുനലൂരിലോട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയിലുള്ള മുക്കടവിലുള്ള പഴയ പാലമാണ്. എൻ്റെ ഈ സൈഡിലായിട്ട് കാണുന്നത് മുക്കടവിൽ സ്ഥാപിച്ച പുതിയ പാലമാണ്. ഇത് ഈ റോഡിന് അനുയോജ്യമായ രീതിയിലല്ല സ്ഥാപിച്ചതെന്ന് ഈ റോഡിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല വിദഗ്ധരും ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ പുനലൂർ റൂട്ടിൽ നിന്നും പത്തനാപുരത്തേക്ക് പോകുന്ന മിക്ക വാഹനങ്ങളും ഈ പാലത്തിൽ കൂടെ കടന്നു പോകാത്ത സ്ഥിതിയുണ്ട്. ഈ പഴയ പാലത്തിൽ കൂടി തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇതുമൂലം വലിയ അപകടങ്ങളാണ് ഈ പാലത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഈ റോഡിൽ കൂടി പഴയ പാലത്തിൽ കൂടി അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടുന്ന് വാഹനങ്ങൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഈ പാലത്തേക്കട മിക്ക സമയത്തും അമിതമായ ഓവർടേക്കിംഗ്. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിരവധിയായ വാഹനങ്ങളും ഗുഡ്സ് വണ്ടികളും ഓവർടേക്ക് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഈ പാലത്തേക്കടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു മഞ്ഞ ലൈനും വെച്ചിട്ടുണ്ട്. മഞ്ഞ ലൈൻ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല എന്നുള്ള ട്രാഫിക്കിന്റെ എല്ലാ സിഗ്നലുകളെയും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാഹനങ്ങൾ നിർബാധം കടന്നു പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ PW ഉദ്യോഗസ്ഥന്മാരോ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരോ തയ്യാറാവുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാറും പുനലൂരിന്റെ MLA ആയ സുബാലും അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പാലത്തിലെ വാഹനങ്ങൾ കടന്നു പോകുന്നതിനാവശ്യമായ ഒരു ക്രമീകരണം ഉണ്ടായില്ല എങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ വളരെയധികം സാഹചര്യമുണ്ട്. ഇവിടെ ഈ പാലത്തിൽ ഒരു ആരയുണ്ട്, പക്ഷേ ഇത് വഴി പോകുന്ന വാഹനങ്ങൾ ഒരു 80% പഴയ പാലത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് കാരണം ആ പാലത്തിന്റെ അങ്ങേ സൈഡിലുള്ള വാഹനങ്ങൾ കടന്നു വരുമ്പോൾ വളരെയധികം അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മുക്കടവ് പാലത്തിന്റെ പത്തനാപുരത്ത് നിന്നും പുനലൂരിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമാണ്. ഇവിടെ തന്നെ ചെറിയ ഒരു പോക്കറ്റ് റോഡുണ്ട്. അതോടൊപ്പം തന്നെ പഴയ പാലത്തിൽ കൂടെ കടന്നു വരുന്ന വാഹനങ്ങൾ ഇവിടെ വെച്ചാണ് ഡീവിയേറ്റ് ചെയ്ത് പത്തനാപുരത്തേക്ക് കടന്നു പോകുന്നത്. അപ്പം വലിയ രീതിയിൽ വാഹനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വളരെയധികം കൂട്ടിമുട്ടാൻ ഇടയുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് തൊട്ടടുത്തതായി ഒരു കടയുണ്ട്. അവിടെയും ആഹാരങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി, ചായ കുടിക്കുന്നതിന് വേണ്ടി നിരവധിയായ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാരണം ഇതുവഴിയുള്ള ആളുകൾക്ക് ആ സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെയും അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാൻ വളരെയധികം ചാൻസാണ്. ഇതുപോലെ മഞ്ഞവര കാണുന്നുണ്ട്. ഈ മഞ്ഞവര ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ട്രാഫിക് നിയമങ്ങൾ ഈ പാലത്തിൽ നിരന്തരമായി ലംഘിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിരവധിയായ ഗുഡ്സ് വണ്ടികളും അതുപോലെ തന്നെ ടാക്സികളടക്കം, അപ്പോൾ ഇതിന് KSRTC അടക്കമുള്ള വാഹനങ്ങൾ പുതിയ പാലത്തിൽ കൂടെ കടന്നു പോകാത്ത ഒരു സാഹചര്യമുണ്ട്. പുനലൂരിൽ നിന്ന് പത്തനാപുരത്തേക്ക് പോകുന്ന 80% വാഹനങ്ങൾ പഴയ പാലത്തിൽ കൂടി നിർബാധം സഞ്ചരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇവിടെ ഒരു പാർക്കിംഗ്, നിരവധിയായ ആളുകൾ ചായ കുടിക്കുന്നതിനും മറ്റും പാർക്കിങ്ങിനായി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുമ്പോൾ ഇതുവഴിയുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പത്തനാപുരത്ത് നിന്ന് പുനലൂരിലോട്ട് വരുന്ന വാഹനങ്ങളെ കാണാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം അടിയന്തരമായി മന്ത്രിയുടെയും MLA-യുടെയൊക്കെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവുക തന്നെയാണ് വാർത്ത 24 പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ കാണാം നിരവധിയായ വാഹനങ്ങൾ ഈ പാലത്തിൽ കൂടെ ഓവർടേക്ക് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. വാഹനങ്ങൾ ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള മഞ്ഞ വര ഇവിടെ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കുറെ സമയമായിട്ട്. ഞാനൊരു 1.25 മണിക്കൂർ നിൽക്കുമ്പോൾ ഏകദേശം 50ഓളം വാഹനങ്ങളാണ് ഇങ്ങനെ ട്രാഫിക് നിയമങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. ഇവിടെ മതിയായ സിഗ്നലുകൾ സ്ഥാപിക്കാത്ത ഒരവസ്ഥ വളരെയധികം ശോചനീയമായ കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതുവഴി കടന്നു പോകുമ്പോൾ തന്നെ ഒരു പോക്കറ്റ് ഉണ്ട്. അവിടുന്ന് വാഹനങ്ങൾ വരുമ്പോൾ കൃത്യമായി ഈ പത്തനാപുരത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഇവിടെ ഒരു അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പുനലൂര് മുക്കടവ് എന്ന സ്ഥലത്തുള്ള പുതുതായിട്ട് നിർമ്മിച്ച പാലമാണ്. ഈ പാലത്തിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ ശരിയല്ല. റോഡ് ഇവിടെ നിരന്തര അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബൈക്ക് ഇവിടെ ഒരു ആക്സിഡൻറ്റ്, താഴെ കുഴി പോകേണ്ടതായിരുന്നു. ഇവിടെ ഡിവൈഡർ ഇല്ല, ഇങ്ങനെ തിരിഞ്ഞു പോകുന്നിടത്ത് വഴിക്ക് വീതിയില്ല. ഈ പഴയ പാലത്തിൽ കൂടെ വണ്ടി വരുന്നുണ്ട്, പുതിയ പാലത്തിൽ കൂടെ ഒരു സൈഡിലോട്ട് വണ്ടി വരുന്നുണ്ട്.
അപ്പം നമ്മൾ അവിടെ വന്ന് അങ്ങോട്ട് കറൂരോട്ട് പോകാനുള്ള തിരിയുന്ന സമയത്ത് വണ്ടി ഇവിടുന്ന് വന്ന് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ റോഡിനെ പറ്റി വിശദമായി ഇതിൻ്റെ അലൈൻമെൻറ്റ് മൊത്തത്തിൽ ശരിയല്ല. ഈ പാലത്തിൻ്റെ അത് വിശദമായി പഠിക്കണം, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ചെയ്യണമായിരുന്നു. ഇത് വളരെ മോശമായ രീതിയിലാണ് ഈ പാലം ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പം തന്നെ ഇവിടെ നിൽക്കുമ്പം തന്നെ 2-3 അപകടം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ സിഗ്നലുകൾ ബമ്പ് ഒരു ചെറിയ ബമ്പ് പോലെ ഉണ്ടാക്കി വെച്ചേക്കും, അവിടെ സിഗ്നലില്ല. ഈ മന്ത്രിമാരൊക്കെ വിദേശത്തൊക്കെ പോയി എല്ലാം ചെയ്യുന്നില്ല. ഇവിടെ പ്രധാന മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുണ്ട്, ഈ പൊതുമരാമത്ത് മന്ത്രിയുണ്ട്. ഇവരാരും വിദേശയാത്രയൊന്നും ചെയ്യുന്നില്ല. ഈ റോഡിൻ്റെ സംവിധാനങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ അവർ ഈ റോഡൊക്കെ പോയി ആദ്യം കാണട്ടെ മന്ത്രിമാർ, അല്ലെ MLA പോയി റോഡ് കാണട്ടെ, അവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ പഠിക്കട്ടെ. ഇവിടെ വണ്ടി തോന്നുന്ന പോലെ വന്ന് തിരിഞ്ഞു പോവാ. ഈ ലെഫ്റ്റ് തിരിഞ്ഞു പോകാൻ ഈ പാലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു ആരോ മാർക്ക് പോലും കൊടുത്തിട്ടില്ല. ഈ പാലത്തേക്ക് തന്നെ ആരോ മാർക്ക് കൊടുത്തേക്കുന്നു. ഇവിടുന്ന് ഈ പാലം ഉണ്ടാക്കി വെച്ചിട്ട് 2 സൈഡിലും നടപ്പാത വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ആര് നടക്കാനാ? ഒരു 2 ബസ് ഒരുമിച്ച് പോകത്തില്ല ഈ പാലത്തിൽ കൂടെ. ഈ ജനങ്ങൾക്ക് വേണ്ടി ഇത് എന്താ ചെയ്യുന്നത്? ഈ ലോകം എങ്ങോട്ടാ പോകുന്നത്? കേരളത്തിന്റെ ഒരു അവസ്ഥ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ PW അധികാരികളും മോട്ടോർ വാഹന വകുപ്പ് മന്ത്രിയും ജനപ്രതിനിധികളും ഈ പ്രദേശത്തുള്ള മറ്റ് വാർഡ് മെമ്പർമാരും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ മുക്കളവിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.